Good morning, children. All of you take your notebook, 2-line copy. All of you take your 2-line copy, back page. Today, date 30/9/2020. Devang, take fast. Date it എല്ലാവരും. Okay. Then, സ്വരാക്ഷർ ലിഖോ. സ്വരാക്ഷരങ്ങൾ എഴുതുക. Say and write. ആരെയും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ദീക്ഷിതേ, നിവേദി ഇവിടുന്ന് നോക്കുന്നുണ്ട്. നിവേദി അതുപോലെ നീലാഞ്ജനന് ശ്രദ്ധിക്കണം. ആരും കാണിച്ചു കൊടുക്കണ്ട. എഴുതിക്കോ. നിയാദാസ് എഴുതി കഴിഞ്ഞോ? സ്വരാക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞോ? ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ആ, ആ, ഇ, ഈ, ഉ, ഓ, റ്. നെക്സ്റ്റ് ലൈനില് എ, ഐ, ഓ, ഔ, അ. ജിആർഒസ് അടച്ചു പിടിച്ചോ. ദേവാങ്ക് നോക്കുന്നുണ്ട് നിന്റേത്. ഫസ്റ്റ് ജിയ എഴുതി കഴിഞ്ഞു. ഇനി ആരാണ് സെക്കൻഡ് എഴുതി കഴിഞ്ഞ നോക്കട്ടെ. ജോവിൻ എഴുതി കഴിഞ്ഞു അല്ലേ? അതെ. ദേവാങ്ക് എഴുതി കഴിഞ്ഞു. അമൃത അടച്ചു വെച്ചോ. റയാൻ നോക്കും അമൃതയുടേത്. റയാൻ അതുപോലെ അടച്ചു വെച്ചോ. അലൻ ജോസഫ് നോക്കി എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്താണോ ഇരിക്കുന്നേ? എനിക്ക് ഇവിടെ നോക്കുമ്പോ നിങ്ങളെല്ലാം അടുത്തടുത്തിരിക്കുന്ന പോലെ ഒന്നും. ജോയലും എഴുതി കഴിഞ്ഞല്ലേ? നിയാദാസ് എഴുതി കഴിഞ്ഞു. അമൻ ഓക്കെ. ആയുഷ് ഓക്കെ. മുഹമ്മദ് മുബ്ദാസ് എഴുതി കഴിഞ്ഞില്ല അല്ലെ? അശ്വിനി ഇപ്പൊ വന്നേ ഉള്ളു. അശ്വിനി വേഗം എഴുത്. അയാൻ വിജേഷ് എഴുതി കഴിഞ്ഞോ? ഓക്കെ. അനാമിക, അലൻ ജോസഫ് എഴുതി അല്ലേ? ഓക്കെ. എല്ലാരും തന്നെ കഴിഞ്ഞു അല്ലെ? നിവേദ്യ, നീലാഞ്ജന കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വ്യഞ്ജനാക്ഷർ ലിഖോ. വ്യഞ്ജനാക്ഷരങ്ങൾ ഫസ്റ്റ് മിസ് പറയുന്നത് മാത്രം എഴുതുക. ക, ഖ, ഗ, ഖ, ങ. ഫസ്റ്റ് ലൈനില് വിട്ട് വിട്ട് എഴുതണേ. നല്ല വൃത്തി ഉണ്ടാവണം കാണാൻ. ക, ഖ, ഗ, ഖ, ങ. എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ.
നെക്സ്റ്റ് ലൈൻ ച ഛ ജ ഛ ഞ. Are you finished? Yes. അടുത്തത് ട ഠ ഡ ഠ ണ. നെക്സ്റ്റ് ത ഥ ദ ഥ ന. നെക്സ്റ്റ് പ ഫ ബ ഭ മ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ ആയില്ല അല്ലെ? യ ര ല വ ശ ഷ സ ഹ. 2 ലൈനായിട്ട് എഴുതുക. അപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ആയി. എഴുതി കഴിഞ്ഞവർ എത്ര പേരുണ്ട്? അലൻ ജോസഫ് എഴുതി കഴിഞ്ഞു. യാ ടു ഹാ വരെ എഴുതിയോ? ഹാ വരെ എഴുതിയോ? ഓക്കെ, അലൻ ജോസഫ് കഴിഞ്ഞിരിക്കുന്നു. അമൃത, നീ എവിടെയാ നോക്കി എഴുതുന്നേ? എവിടെയാ നോക്കി എഴുതുന്നേ? പിന്നെ ഇതിനെ അങ്ങോട്ട് നോക്കുന്നേ? ബുക്കിൽ നോക്കി എഴുത്. മിസ്സിന് ഇവിടെയാണല്ലോ, നിങ്ങളെ ശരിക്കും അടുത്ത് കാണാം. നിങ്ങൾ എങ്ങോട്ടാ നോക്കുന്നേന്നും ബുക്ക് വെച്ചതും എഴുതുന്നില്ലെങ്കിൽ അതും എല്ലാം കാണാം, ഒന്നിച്ച് കാണാം. അലൻ മാത്രം എഴുതി കഴിഞ്ഞുള്ളോ? ആയുഷ് കഴിഞ്ഞു അല്ലെ? അതെ. ജിയ, നീലാഞ്ജന, അൻവിത. 37 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലേ? റിച്ചാർഡ് ഇവിടെ ഉണ്ടായിരുന്നോ? നെക്സ്റ്റ് പേജ് നോക്കുമായിരുന്നു. ഏബലുണ്ട്, അനുഗ്രഹയുണ്ട്, ഇർഷാദ്. ഓപ്പോ A31 ആരായിരുന്നു? ഓപ്പോ A31. ആ കുഞ്ഞാവയുടെ പേരറിയില്ലോ. കൈ കാണിക്കുന്നുണ്ട്. പേര് പറഞ്ഞേ പ്ലീസ് അൺമ്യൂട്ട്. കുട്ടികളുടെ പേരടിച്ച് ക്ലാസ്സിൽ കയറണേ. എന്തായിരുന്നു ഓപ്പോയുടെ പേര് പറഞ്ഞേ? ഫാത്തിമ ജുമാനിയാണ് ഇത്.
അതെ, അമ്മയോട് പറഞ്ഞിട്ട് മോളുടെ പേര് എഴുതണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അല്ല, ഇന്ന് മുതൽ നമ്മൾ റിവിഷൻ ആണ്. പഠിച്ചു കഴിഞ്ഞു, ഇനി ഇന്ന് മുതൽ ക്ലാസ് ടെസ്റ്റ് ഇടും. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സില്. നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതാൻ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. എന്നപ്പം കുഞ്ഞു എഴുതേണ്ടത് എന്താണ്? ആദ്യം സ്വരാക്ഷരങ്ങൾ എഴുതുക, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക, യാ മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുക കേട്ടോ. നോട്ടിന്റെ ബാക്ക് പേജില് നമ്മള് ക്ലാസ് ടെസ്റ്റ് എല്ലാം ഇടുന്നത് നോട്ടിന്റെ ബാക്ക് പേജില് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഇന്ന് ക്ലാസ് അല്ലായിരുന്നു കേട്ടോ. ഇനി എല്ലാ ക്ലാസ്സും റിവിഷൻ ആണ്. നമുക്ക് എക്സാമിന് വേണ്ട പാഠങ്ങൾ കഴിഞ്ഞു. ഓക്കെ, എല്ലാരും എഴുതി കഴിഞ്ഞോ? യെസ്. അഫ്രാസ് MTP എഴുതിയ മോനെ? എഴുതി കഴിഞ്ഞോ? ഫാത്തിമ KM, ഇർഷാദേ, ഇർഷാദ് ചായ കുടിക്കുന്നേ ഉള്ളോ? ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിട്ടുണ്ട് കണ്ടു മിസ്. എന്നപ്പോ എന്താ ചെയ്യണ്ടേ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ് ടെസ്റ്റ്. അത് എഴുതി പോസ്റ്റ് ചെയ്യണം മിസ്സിന്. ആർ യു ഓക്കെ ഇർഷാദ്? ഓക്കെ. ഇർഷാദേ മടിയാണോ? യെസ്, മടിയാണ്. വെരി ഗുഡ്. ഇപ്പൊ എങ്ങനെ പഠിക്കും? ഇതാരാ ഇർഷാദിന്റെ അടുത്തിരിക്കുന്നേ? അൺമ്യൂട്ട് ചെയ്തേ. അനിയത്തിയാണ്. പേര് പറഞ്ഞേ. പഠിച്ചറിനെയും മഹദിയ. ആ അതെ, മഹദിയ. മുടി കെട്ടിയിരിക്കണതാണ്, നല്ല ഭംഗിയുണ്ടല്ലോ. ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണോ? വെള്ളം കോരി അതെ, വെള്ളം കോരി എഴുന്നേപ്പിച്ചതാന്ന് തോന്നുന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞു. ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ടീച്ചർ. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ, ലേശം മടിയുണ്ട്, നമുക്ക് ശരിയാക്കി എടുക്കാം. ക്ലാസ് ആയിട്ടാമോ? അതെ 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 അതെ. ഞാൻ പിന്നെ സ്വരാക്ഷരം ഫുൾ കംപ്ലീറ്റ് ചെയ്തിച്ചു. പിന്നെ വ്യഞ്ജനാക്ഷരം തുടങ്ങണം. എത്ര അതുകൂടി എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതാൻ പിന്നെ പേരൻസ് ശ്രദ്ധിക്കുക. കുട്ടികളെ എഴുതിയ തെറ്റുണ്ടെങ്കിൽ അക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചു പോയാലേ ശരിയാവുള്ളൂ. അപ്പം അക്ഷരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അടിക്കുകയല്ല വേണ്ടത്, കുട്ടികളെ കൊണ്ട് അത് ബൈഹാർട്ട് ചെയ്യിക്കണം. അതായത് എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യിക്കുക. എന്നപ്പോ അത് ബൈഹാർട്ട് ആയിക്കോളും. ഓക്കെ. അപ്പം റിവിഷൻ ചെയ്യുന്ന ക്ലാസ് പരമാവധി മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഈ റിവിഷനിൽ തന്നെ കുറെ പഠിച്ചെടുക്കാൻ പറ്റും ക്ലാസ് കിട്ടാത്തവർക്കൊക്കെ. ഇനി നമ്മൾക്ക് ചിഹ്നങ്ങൾ പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞു. ശബ്ദം ഉണ്ടാക്കുന്നവര് മ്യൂട്ട് ചെയ്തിട്ട് ശബ്ദം ഉണ്ടാക്കുക. ഓക്കെ. അപ്പൊ എന്താ ചെയ്യണ്ടേ ഇന്നത്തെ ക്ലാസ് ടെസ്റ്റ്? റയാൻ എന്ത് പറ്റിയേ? പ്ലീസ് അൺമ്യൂട്ട്. കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. രണ്ടാഴ്ച ക്ലാസ്സിൽ ഇരിക്കാത്ത മിസ്, അതുകൊണ്ട് അവനക്ക് രണ്ട് ആ സാ മുതൽ എനിക്ക് എഴുതാൻ അറിയില്ല. യാ ടു ഹവർ യാരാലാവയാണോ? സാ മുതൽ അക്ഷരങ്ങൾ അല്ലെ? അത് നന്നായിട്ട് അതുണ്ടല്ലോ നോട്ട് ബുക്കിൽ. ഞാൻ 2 പ്രാവശ്യം അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഫുൾ പേജ് ആയിട്ട്. അവൻ ഇന്നാണ് ഇരിക്കാൻ തുടങ്ങിയത്, നാളെ മുതൽ എഴുതിയിടാം. എന്നിപ്പോ നോട്ട് ബുക്കിൽ അത് എഴുതണം, ഒരു പേജ് ഫുൾ ആയിട്ട് എഴുതണം. ആയിക്കോട്ടെ. ഓക്കെ. അത് ഒരു ലൈനിൽ തന്നെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി താഴോട്ട്. അപ്പൊ നല്ല വൃത്തിയായിട്ട് താഴെ വരെ എഴുതാൻ പറ്റും.
ഓക്കെ, അങ്ങനെ എഴുതിയാലേ പഠിക്കൂ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഒരു പേജ് തന്നെ എഴുതുക. ഓക്കെ റയാൻ, എഴുതില്ലേ? എഴുതുവോ? യെസ്, ഓക്കെ. പിന്നെ എന്താണ്, നമ്മള് ഇച്ഛ, ഇത്ര, ഇജ്ഞ, ഇസ്ര വരെ പഠിച്ചു, എഴുതി അല്ലേ? അതെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് ഇതില്ലേ, ഇത് മിസ് പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ? മിസ് അതിന്റെ വാക്ക് എഴുതാനും വേർഡ് എഴുതാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇതിന്റെ എന്തായിരുന്നു പറഞ്ഞുതരാം. അത് അക്ഷർ സീട്ടി പൂരി കരോ അല്ലെ, ചിത്ര ദേക്കോ പഹല അക്ഷർ ലിഖോ. പിന്നീടാണ് മിസ്സിനത് ശ്രദ്ധിച്ചത്. ഇതിന്റെ ആദ്യത്തെ അക്ഷരം മാത്രം എഴുതിയാൽ മതി പറഞ്ഞു. ഈ പിക്ചറിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതിയാൽ മതി. കുറെ പേര് എഴുതാത്തവരുണ്ട്, എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ അനാർ ആയിരുന്നു, അവിടെ ആ എഴുതുക. സെക്കൻഡ് വൺ ഇമലി, ഇ. ഏക്ക് താര എന്നുള്ളത് എ. ഉല്ലു, ഉ. ഓഖലി, ഓ. കബൂത്തർ, ക. ഗമല, ഗ. ഗ എന്ന് മാത്രം എഴുതിയാൽ മതി. ജഗ്, ജ. ചർക്ക എന്നുള്ളത് ച. ഏബൽ മാത്യു, ഏബൽ മാത്യു എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടെക്സ്റ്റിലെ പേജ് 37 റൈറ്റിംഗ് പ്രാക്ടീസ് എഴുതണോ? 37. ആ ഉണ്ട്, അത് ലാസ്റ്റ് ആണ് കാണുന്നത് അല്ലെ? ഏബൽ മാത്യു, വേർ ഇസ് ഏബൽ? വേർ ഏബൽ മാത്യു? നെക്സ്റ്റ് പേജിലാണോ? ഒന്ന് കൈ ഉയർത്താമോ ഏബൽ? ഏബൽ മാത്യു കണ്ടുപിടിച്ചു. ഏബൽ പ്ലീസ് അൺമ്യൂട്ട്. ആ ലാസ്റ്റ് പേജ് കാണുന്നല്ലേ, അത് ലാസ്റ്റ് വർക്കാണ്. അതെ അതെ, അതായിരുന്നു. പക്ഷെ നമ്മുടെ ബുക്കിൽ കാണുന്ന ലാസ്റ്റ് ആണ് കാണുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ UKG അക്ഷരദീപത്തില് അക്ഷരങ്ങൾ പഠിച്ചല്ലോ. അതെ, അന്നപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ ഇവർക്ക് കൂടുതൽ ഓറൽ ആണ് ടെസ്റ്റ് വരുന്നത്. അന്നപ്പം ലാസ്റ്റ് ഉള്ള വർക്കാണ്, റൈറ്റിംഗ് പ്രാക്ടീസ് ലാസ്റ്റ് ഉള്ള വർക്കായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് UKG അക്ഷരങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാണ്. നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചില്ലേ? അ, ആ, ഇ, ഈ, ഉ, ഊ. ലിസൺ ഹിയർ. ഇർ, എ, ഐ, ഓ, ഔ, അം, ആ. ഇതാണ് സ്വരാക്ഷരങ്ങൾ അല്ലെ? മലയാളത്തിലും ഹിന്ദിയിലും സ്വരാക്ഷരങ്ങൾ. അപ്പൊ മലയാളത്തില് എന്താണ്? ഇർ കഴിഞ്ഞിട്ട് എ, എ, ഐ എന്നാ വരുന്നത് അല്ലെ? ഹിന്ദിയിൽ വന്നപ്പോ, ഹിന്ദിയിൽ രണ്ടക്ഷരങ്ങൾ കുറവാ സ്വരാക്ഷരങ്ങളില്. അപ്പൊ ഹിന്ദിയില് എ കഴിഞ്ഞാല് ഐ എന്നാ വരുന്നത് അല്ലെ? എ എന്നുള്ള അക്ഷരം ഒന്ന് തന്നെയാണ്. ഐ, എ എന്നുള്ള അക്ഷരം പ്രത്യേകിച്ച് അവിടെ ഇല്ല. എ, ഐ. അടുത്തതോ മലയാളത്തില് ഓ, ഓ, ഔ എന്നാ പഠിച്ചിരിക്കുന്നത് നമ്മൾ അല്ലെ? ഹിന്ദിയിൽ അവിടെയും ഒരക്ഷരം ഇല്ല. ഹിന്ദിയിൽ എങ്ങനെയാണ് വരുന്നത്? ഫാത്തിമ കെഎം ലിസൺ ഹിയർ. ഹിന്ദിയില് ഓ, ഔ. ഓ, ഓ എന്നുള്ള അക്ഷരം രണ്ടും ഒന്ന് തന്നെയാണ്. ഔ, പിന്നെ ഓ, ഔ, അം, ആ. ഇങ്ങനെയാണല്ലേ സ്വരാക്ഷരങ്ങള്. അപ്പൊ ഹിന്ദിയില് പിന്നെ വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാ അല്ലെ? അപ്പം ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് നമ്മൾ ചിഹ്നങ്ങൾ ചേർത്താണ് വാക്കുകൾ എഴുതാൻ പഠിക്കുക. അതെ, അപ്പം ആ എന്നുള്ള അക്ഷരത്തിനാണ് നമ്മൾ ക എന്നുള്ള അക്ഷരം. അതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും വരുന്നില്ല. ആയിക്ക് ചിഹ്നങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് ആ, സ്വരാക്ഷരം ആ അല്ലേ? അപ്പം ക, വ്യഞ്ജനാക്ഷരം ക എന്ന അക്ഷരം എടുത്താല് കാ നമുക്ക് എഴുതണം. എങ്ങനെ എഴുതും? ആ എന്നുള്ള ചിഹ്നം പഠിക്കണം ആദ്യം.
അപ്പം ഇപ്പൊ ഈ ക്ലാസ്സിൽ ഒന്നും എഴുതിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പം കാന്ന് എഴുതണമെങ്കിൽ നമ്മള് ആയിന്റെ ചിഹ്നം പഠിച്ചിരിക്കണം. സ്വരാക്ഷരങ്ങളെ ആ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം. നെക്സ്റ്റ് ഇ അല്ലേ? ഈ എന്നുള്ളതിന് ചിഹ്നമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? UKG പഠിച്ച ചിഹ്നങ്ങള്? നോ, പഠിച്ചിട്ടില്ല അല്ലേ? പുളിങ്ങോം ട്രൂലൈറ്റില് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ആയിട്ട് അല്ലേ ജിയ? അതെ, കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സില് അടുത്ത പീരീഡ് നമുക്ക് ചിഹ്നങ്ങള് ഒന്ന് പഠിക്കണം. ഓരോ ചിഹ്നങ്ങളായിട്ട് പഠിക്കാം. ഈ എന്ന് പറയുമ്പോൾ നമുക്ക് കീ, ഒരു പേര് എഴുതണം. കിരൺ. കിരൺ എന്ന് എഴുതണമെങ്കിൽ കീന്ന് എഴുതണമെങ്കിൽ അറിയില്ല. കാന്ന് ഉള്ള അക്ഷരം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ? കരൺ എന്നല്ല എഴുതേണ്ടത്, കിരൺ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ കീന്ന് എങ്ങനെ എഴുതും? അപ്പം ഈന്റെ ചിഹ്നം പഠിക്കണം അല്ലേ? അതെ. നെക്സ്റ്റ് ഈന്ന് നമുക്ക് സ്വരാക്ഷരം എഴുതാൻ അറിയാം അല്ലേ? അതെ. അപ്പം ഈ എന്നുള്ളതിന്റെ കീ നമുക്ക് എഴുതണം. എങ്ങനെ കീന്ന് എഴുതും? അറിയില്ല. അപ്പം ചിഹ്നം പഠിക്കണം. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ റിവിഷൻ കഴിഞ്ഞു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതി പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇശ്ര അത് നിങ്ങളെ എഴുതിക്കും. ഇനിയിപ്പോ ഒന്ന് ചെറുതായിട്ടൊരു ഓറൽ ടെസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ കുറച്ചു പേരെ വിളിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സിലായിട്ട് വിളിച്ചവരല്ല, അത് കഴിഞ്ഞിട്ടുള്ളവരെ. നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് വിളിച്ചവരുടെ ഒക്കെ. വിശദ നോക്കുന്നേ. എന്നെ മിസ് തീരെ വിളിക്കാത്ത എത്ര കുട്ടികളുണ്ടോ? ഒന്ന് കൈ ഉയർത്താമോ? ഇതുവരെ മിസ് വായിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തവര്? നിവേദ്യ, വിനോദ്, മിസ് ഇപ്പോൾ എഴുതിയ ഡിക്റ്റേഷൻ ആണ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യേണ്ടത്. യെസ്, ഇപ്പൊ എഴുതിയ ഡിക്റ്റേഷൻ ആണ്. അതെ, ഈ ഡിക്റ്റേഷൻ തന്നെയാണ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണത്. വേറെ വർക്കൊന്നും ഇന്നില്ല. അടുത്ത പീരീഡ് നമുക്ക് കുറച്ച് ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, മിഗ്ദാദ്. മിഗ്ദാദ്, പ്ലീസ് അൺമ്യൂട്ട്. Where is Migdad? Okay. Migdad, please unmute. Video off ചെയ്തോ? ഒന്ന് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മിസ്സിനെ പറഞ്ഞു കേൾപ്പിക്കണം. സ്പീഡില്. ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ ഔ അ. ഇത് കറക്റ്റ് ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഈ പറഞ്ഞത് മിസ് ഇപ്പൊ പറഞ്ഞു തന്നതല്ലേ? ഹിന്ദിയിൽ 2 അക്ഷരങ്ങൾ കുറവാണ് അല്ലേ? എ എ ഐ എന്ന് പറയാനില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോ നിങ്ങൾ എഴുതുമ്പോ കൺഫ്യൂഷൻ വരും. എന്താണ് എ എ ഐ? അവിടെ നിങ്ങൾക്ക് 2 അക്ഷരങ്ങളെ എഴുതാനുള്ളൂ. അപ്പം പറയുമ്പോ ഒരക്ഷരം എവിടെ പോയി എന്ന് ചിന്തിക്കും അല്ലേ? എ ഐ. മിഗ്ദാദ്? എ ഐ. ഓ ഔ ഓ ഔ ആ. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചേ. കാക്ക, കാക്ക, ങ. കഴിഞ്ഞോ?
Caca. Caca jacana. ഓക്കെ. Tata datana. Papa wafama. Yara lava. Sa. La. Yara lava shala. നീ എവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വരുന്നേ കൊറേ അക്ഷരങ്ങള്? ഇതിലുണ്ടല്ലോ മോനെ, മിസ് പറഞ്ഞുതരാം കേട്ടോ. പാ, ഫാ, പാ, ബാ, ഫാ, ഉറപ്പിച്ച് പറഞ്ഞേ. ഫാ, മാ. മോൻ പറഞ്ഞത് എങ്ങനെയാ അറിയോ? മോൻ പറഞ്ഞത് എങ്ങനെയാ? പാ, ബാ, ഫ, ബാ എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഉച്ചാരണം തെറ്റിയാൽ അക്ഷരങ്ങൾ മാറിപ്പോകും കേട്ടോ. നെക്സ്റ്റ് യാ, രാ, ല, വ. ശ, ഷ, സ, ഹ. ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അടുത്ത ക്ലാസ്സിലും ഓറൽ ടെസ്റ്റ് ഉണ്ടാവും. അടുത്ത പീരീഡ് ഓറൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാരെ കൊണ്ടും ഞാൻ വായിക്കാൻ പറയും കേട്ടോ. ഓക്കെ. മിഗ്ദാദെ നന്നായിട്ട് വായിച്ചും പഠിക്കണം. വായിക്കാൻ അറിയെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അനാമിക ക്ലാസ്സിൽ വന്നില്ല. ആദ്യ തനു പ്രസന്റ് പറയണം കേട്ടോ. ഹാദിയ, ദീക്ഷിത്, മിഗ്ദാദ്, ഫാത്തിമ കെ എം, സാവിയോ, റസിൻ എം ടി പി, നിവേദ്യ വിനോദ്, അഫ്രാസ് പി കെ, അമൃത, ഈ ഓപ്പോ എന്ന് പറഞ്ഞവരുടെ കുട്ടിയുടെ പേരെന്താന്ന് മറന്നുവല്ലോ. ഫാത്തിമ ജുമാന അല്ലെ? ഫാത്തിമ ജുമാന, നീലാഞ്ചന, അയാൻ വിജേഷ്, അനുഗ്രഹ, അൻവിത, ഷഹ്ബറ, ബിയോണ, ഫാത്തിമത്ത് ഐഫൂന, അലൻ ജോസഫ്, നിയാദാസ്, ഇർഷാദ്, ഏബൽ മാത്യു, ജോവിൻ ജോയൽ, മുഹമ്മദ് മുബ്ദാസിം, ജിയ റോസ്, സേറ മരിയ, മിഗ്ദാദ്, ഫാത്തിമ, ആയുഷ്, റയാൻ, ആയുഷ് ഡബ്ല്യു എന്നാണ്, ആയുഷ് വി വി എന്നാണ് അല്ലെ? വി വി. ഓക്കെ. ആരവ്, അമൻ മാധവ്. അമനെ വിളിച്ചോ? ഇല്ലല്ലോ. ദേവർഷ, നൈല സക്കീർ, ആദിൻ, റിച്ചാർഡ്, സാവിയോ, റസീൽ. വിളിച്ചു അല്ലേ? ഓക്കെ. ഇനി പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? എല്ലാവരും തന്നെ വിളിച്ചല്ലേ? അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് വരണേ. ഓക്കെ. 5 മിനിറ്റ് ഉണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്സിനോട്? ഇപ്പൊ നെക്സ്റ്റ് പീരീഡ് എന്താ പറഞ്ഞിരിക്കുന്നത്?
നെക്സ്റ്റ് പീരീഡ് വരുമ്പം ഇപ്പൊ ഒരു മിഗ്ദാദിനെ മാത്രമേ വായിപ്പിക്കാൻ പറ്റുള്ളൂ. അടുത്ത പീരീഡ് നിങ്ങളെ കൊണ്ട് അക്ഷരങ്ങൾ വായിപ്പിക്കും. എഴുതാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, വായിക്കാനും കൂടി അറിയേണ്ടത്. അതെ, 37 പാർട്ടിസിപ്പൻസ് ഉണ്ട് നമുക്കിന്ന്. 37. ഒന്നും പറയാനില്ല, മിസ്സിനോടൊന്നും ചോദിക്കാനൊന്നും ഇല്ല അല്ലെ? ബൈ പറയട്ടെ. മിഗ്ദാദ് മുഹമ്മദ് മുഗ്ദാസിം, പ്ലീസ് അൺമ്യൂട്ട്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. വെറുതെ പറഞ്ഞാണോ? കൈ കാണിക്കുന്നുണ്ട്. റയാൻ അതുപോലെ കൈ കാണിക്കുന്നുണ്ട്. റയാൻ വേഗം പറഞ്ഞോ, എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട്. റയാൻ എന്താ പറയാനുള്ളേ? അടുത്ത ക്ലാസ്സിൽ ഏതാ ടെസ്റ്റ്? അടുത്ത ക്ലാസ്സിൽ അക്ഷരങ്ങൾ വായിപ്പിക്കും. കേറുന്നില്ലേ അടുത്ത ക്ലാസ്സില്? എന്താ ഞാൻ കട്ടായി പോയി, ഇടയ്ക്ക് കണക്ഷൻ പോയിനെ, അതാണ് പറഞ്ഞത് കേട്ടിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കുന്നു പറഞ്ഞോണ്ട് കുറെ പേര് അടുത്ത ക്ലാസ് കേറുന്നില്ല പറഞ്ഞു. ആദ്യം ജിയോ ഒക്കെ പറഞ്ഞു ഞാൻ ഇനി അടുത്ത ക്ലാസ് കേറുന്നില്ല എന്ന്. അല്ലെ ആദ്യം എന്ത് ചെയ്ത് നോക്കുന്നേ? കാണുന്നില്ലേ എന്നെ? നോക്കട്ടെ എത്ര പേര് അടുത്ത ക്ലാസ് കേറും നോക്കട്ടെ. ഷൗബറയും പറഞ്ഞു ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഇല്ല. റിച്ചാർഡും പറഞ്ഞു കുറെ പേര് കൈ വെക്കുന്നുണ്ട്, അവരൊന്നും ക്ലാസ്സിൽ കേറൂലെന്ന്. അടുത്ത ക്ലാസ് കയറില്ല, ഞാൻ ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കിട്ടൂല. നോക്കട്ടെ, എന്നെ പറ്റിച്ച് ഞാനും പറ്റിക്കുവേ. ഓക്കെ ബൈ, സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ.